ഹലോ ഓൾ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും വെൽക്കം ടു യെറ്റ് അനദർ ടി ടോക്ക് സീരീസ് ഓഫ് ദി ട്രാൻസ്ഫയർ കമ്മ്യൂണിറ്റി. എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തി വരുന്ന ഫ്രീ വെബിനാർ സീരീസിന്റെ 7ാമത്തെ സെഷനിലാണ് നമ്മൾ ഇന്നുള്ളത്. ട്രാൻസ്ഫയർ കമ്മ്യൂണിറ്റിയിൽ വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന 15ഓളം വരുന്ന ട്രെയിനേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നുള്ളത്. ഈ ഒരു വിഷയം ഇതുമായിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്ത് എനിക്ക് ഉള്ളൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ചെറുപ്പത്തിലൊക്കെ ഓരോ അസുഖമായിട്ട് ബന്ധപ്പെട്ട് മദറിന് എന്തെങ്കിലുമൊക്കെ ഒരു ടാബ്ലറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കിട്ടുമ്പം ഈ ആന്റിബയോട്ടിക്സ് കിട്ടും. ചിലപ്പം നമുക്കറിയാം അതിന്റെ കോഴ്സ് 3 ദിവസം, 7 ദിവസം, 10 ദിവസം അങ്ങനെ ആയിരിക്കും. പക്ഷെ ഒരിക്കലും അമ്മ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിക്കാറില്ല. എത്രയാണോ കിട്ടുന്നത് അതിന്റെ ഒരു പകുതി ആയിരിക്കും ആള് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു റെസിസ്റ്റൻസ് കിട്ടി കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോഴത്തേക്ക് ബാക്കി പിന്നെ ഓക്കെ ആവും എന്നുള്ള രീതിയിൽ ഞാനപ്പം ചോദിക്കുമായിരുന്നു, എന്താണ് ഇത് കംപ്ലീറ്റ് ചെയ്യാത്തത്? എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ടാബ്ലറ്റ് ഡോക്ടർ പറഞ്ഞ് തരുമ്പം കംപ്ലീറ്റ് ചെയ്തില്ലേലൊരു അസ്വസ്ഥതയാണ്. അപ്പം അത് പറയുന്നത് ഒത്തിരി കഴിച്ചാൽ ശരീരത്തിന് കേടാണ്, അത് കറക്റ്റ് അല്ല. നമ്മൾ ഒത്തിരി ഗുളിക കഴിക്കാൻ പാടില്ല. ആന്റിബയോട്ടിക്സ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. MG അനുസരിച്ചൊക്കെ അതിനെക്കുറിച്ച് അറിവ് കുറവുള്ള സമയത്തൊക്കെ ഇങ്ങനെയാണ് കേൾക്കുന്നതിനെ കുറിച്ച്. പക്ഷേ ഈ ഒരു നോളേജ് അത് ശരിയാണോ, അല്ലെങ്കിൽ അതിന്റെ പോരായ്മകൾ എന്താണ്? ആന്റി ബയോട്ടിക്സ് എന്ന് പറയുന്നതിന്റെ അതിന്റെ പുറകിലുള്ള കാര്യങ്ങള്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ ഉള്ളൊരു സെഷനാണ് ഇന്നത്തെ നമ്മുടെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നുള്ളത്, AMR. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ഗാഢമായി പറഞ്ഞു തരാനായിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ട്രെയിനർ നമ്മുടെ സ്വന്തം രാജലക്ഷ്മി മാം ആണ്. മാം കേരള ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ ഫാമിലി ഹെൽത്ത് സെന്ററിലെ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. പോരാത്തതിന് മാം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടിയാണ്. മാമിന്റെ സ്വദേശം തൃശ്ശൂരാണ്, എങ്കിലും ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്തേക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. മാമിനെ ഹൃദയപൂർവ്വം ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാജലക്ഷ്മി മാം, പ്ലീസ്. താങ്ക് യു. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ജേക്കബ് സാർ വളരെ മനോഹരമായിട്ട് ഇൻട്രോ പറഞ്ഞു. മാത്രമല്ല, ജേക്കബ് സാറിന് ആദ്യം മുതലേ ഒരു മരുന്ന് കൃത്യമായിട്ട് കഴിക്കണമെന്നൊരു അവബോധം ഉണ്ടായിരുന്നതിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഉണ്ടാവേണ്ടതുമാണ്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ദ സൈലന്റ് വാർ. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു 3 കഥകളിലൂടെ, ഒരു ഉദാഹരണങ്ങളിലൂടെ നമുക്കൊന്ന് മുന്നോട്ട് പോകാം. ആദ്യമായി ഒരു എക്സ് എന്ന രാജ്യത്തെ ആക്രമിക്കാനായിട്ട് വൈ എന്ന രാജ്യം വന്നു. അപ്പോ എക്സ് എന്ന രാജ്യത്തിലെ ചാരന്മാർ ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് വൈ എന്ന രാജ്യം ആക്രമിക്കാൻ വന്നപ്പോ അവര് ശക്തമായിട്ട് പ്രതികരിച്ചു. അങ്ങനെ വൈ എന്ന രാജ്യത്തെ തോൽപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ വൈ എന്ന രാജ്യത്തിലെ 1% ആളുകൾ എക്സ് എന്ന രാജ്യത്തിന്റെ പിടിയിൽ അകപ്പെടാതെ അവര് ഒളിച്ചു മാറി നിന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ആ മാറി നിന്ന 1% ആളുകൾ വളരെയധികം പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും പുതിയ സ്വഭാവങ്ങളിലും ഒക്കെ ആയിട്ട് പൂർവാധികം ശക്തിയോടെ അവരുടെ ആ അണിയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിച്ചുകൊണ്ട് വലിയൊരു സഖ്യമായിട്ട് രൂപപ്പെട്ടു. അങ്ങനെ അവര് തക്കം പാർത്തിരുന്നു എക്സ് എന്ന രാജ്യത്തെ ആക്രമിക്കാനാണ്. അങ്ങനെ ഓർക്കപ്പുറത്ത് എക്സ് എന്ന രാജ്യത്തെ ആക്രമിക്കുകയും അവർക്ക് മുൻകൂട്ടി ധാരണയില്ലാത്തതുകൊണ്ട് ആ എക്സ് എന്ന രാജ്യത്തെ തോൽപ്പിച്ച് എക്സ് എന്ന രാജ്യം നാമാവശേഷമാണ്. ഇതൊരു കഥ. രണ്ടാമതായിട്ട് മനോഹർ എന്നൊരു 15 വയസ്സുകാരൻ. മനോഹറിന് ഒരു ദിവസം പനി ജലദോഷമൊക്കെ വന്നു. ആസ് യൂഷ്വൽ നമ്മള് അസുഖം വന്ന ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ 5 ദിവസത്തെ ഒരു ആന്റിബയോട്ടിക് എഴുതി.
മനോഹർ തിരിച്ചു വന്നു. ഒരു 3 ദിവസം കഴിച്ചപ്പോഴേക്കും മനോഹറിന്റെ അസുഖം ഭേദമായതായിട്ട് ഫീൽ ചെയ്തു. ഇനിയിപ്പോ എന്തിനാ മരുന്ന് കഴിക്കണേ എന്നുള്ളൊരു ചിന്തയായി. അങ്ങനെ മരുന്ന് നിർത്തി. ജേക്കബ് സാറിന്റെ മദർ നിർത്തിയ പോലെ മനോഹർ നിർത്തി. അങ്ങനെ അസുഖം മാറിയതായിട്ട് തോന്നി. എങ്ങനെയായാലും വൈറൽ ഫീവർ വന്ന ഒരു 4-5 ദിവസം പിടിക്കും. ഒരു 5-6 മാസങ്ങൾക്ക് ശേഷം ഇതേ അസുഖം തന്നെ വീണ്ടും മനോഹറിന് വന്നു. വീണ്ടും ആ ഫാമിലി ഡോക്ടറെ അടുത്ത് പോയി. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്ന ആന്റിബയോട്ടിക് കഴിച്ചത് കൊണ്ട് അസുഖം ഭേദമായി. അതുകൊണ്ട് ഇപ്രാവശ്യവും അതേ ആന്റിബയോട്ടിക് തന്നെ 5 ദിവസം കൊടുത്തു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മനോഹറിന് രണ്ടാമത് എഴുതിയ ആന്റിബയോട്ടിക് രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോ അതേ ആന്റിബയോട്ടിക് തന്നെയാണ് എഴുതിയത്. അത് കഴിച്ചത് കൊണ്ട് ഗുണമുണ്ടാകുമോ ഇല്ലയോ? ആരെങ്കിലും ഒന്ന് പറയാമോ? അതുകൊണ്ട് അസുഖം ഭേദമാകുമോ ഇല്ലയോ? പൂർണ്ണമായിട്ടും ഭേദമാവില്ല എന്ന് തോന്നുന്നു. പിന്നെയും ഡോസ് കൂടുതൽ കഴിക്കേണ്ടി വരുമോ? ഓക്കെ, താങ്ക് യു റാണി മാം. അതെ, ഡോസ് കൂടുതൽ കഴിക്കേണ്ടി വരും. ഒരു അർത്ഥത്തിൽ ശരിയാണ്. ഇമ്മ്യൂണിറ്റി പവർ കുറയും. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അപ്പൊ രണ്ടാമത് ആന്റിബയോട്ടിക് 5 ദിവസം കഴിച്ചിട്ടും മനോഹറിന് അസുഖം ഭേദമായില്ല. വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ കുറച്ചും കൂടി വീര്യം കൂടിയ ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്തു. അത് കഴിക്കേണ്ടി വന്നു. അതിന്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നതും മനോഹർ തന്നെ. ഇത് രണ്ടാമത്തെ അനുഭവ കഥ. മൂന്നാമതായി ഒരു 40 വയസ്സായിട്ടുള്ള ഒരു നാരായണൻ. ആൾക്ക് കാലിൽ ഒരു മുറിവ് വന്നു. ആശുപത്രിയിൽ പോയി. ഡോക്ടർ മരുന്ന് എഴുതി, ആന്റിബയോട്ടിക് കഴിച്ചു. മുറിവ് ഭേദമായി. 10 വർഷങ്ങൾക്ക് ശേഷം അതേ നാരായണൻ തന്നെ നിയന്ത്രിക്കാനാവാത്ത പ്രമേഹം മൂലം അൺകൺട്രോൾഡ് ഡയബറ്റീസ് വന്നിട്ട് ഒരു സർജറിക്ക് വിധേയനാകേണ്ടി വന്നു. സർജറി ഒക്കെ വിജയകരമായി. എന്നാൽ സർജറിക്ക് ശേഷമുള്ള ആ മുറിവ് ഉണങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. കൾച്ചറിന് കൊടുത്തു. ബ്ലഡ് കൾച്ചറിന് കൊടുത്തപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. അതിലെ മൈക്രോ ഓർഗാനിസങ്ങൾ എല്ലാം തന്നെ നിലവിലുള്ള ആന്റിബയോട്ടിക്കുകളോട് പ്രതിരോധം സൃഷ്ടിക്കുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര വീര്യം കൂടിയ ആന്റിബയോട്ടിക്കുകൾ ഡോക്ടർമാർ മാറി മാറി പരീക്ഷിച്ചിട്ടും നാരായണന്റെ മുറിവ് ഉണങ്ങിയില്ലെന്ന് മാത്രമല്ല, കൂടുതൽ രൂക്ഷമായി നാരായണൻ മരണപ്പെടുകയും ചെയ്തു. ഇത് മൂന്നാമത്തെ കഥ. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. മൈക്രോബിയൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ? എന്താണ് മൈക്രോബിയൽസ്? മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, ഫംഗൈ, വൈറസസ്, പാരസൈറ്റ്സ്, ഇതൊക്കെ അടങ്ങുന്ന ഒരു കൂട്ടം മൈക്രോ ഓർഗാനിസത്തിനെയാണ് മൈക്രോബിയൽസ് എന്ന് പറയുന്നത്. ആന്റി മൈക്രോബിയൽസ് എന്ന് പറയുന്നത് ഈ മൈക്രോ ഓർഗാനിസത്തിനെതിരെ പ്രവർത്തിക്കുന്ന മരുന്നുകളാണ് ആന്റി മൈക്രോബിയൽ ഏജൻസ്. ഈ ആന്റി മൈക്രോബിയൽ ഏജന്റ്, അതായത് ബാക്ടീരിയക്കെതിരെ ആന്റിബയോട്ടിക്, വൈറസിനെതിരെ ആന്റിവൈറൽ, ഫംഗസിനെതിരെ ആന്റി ഫംഗൽ എന്നിങ്ങനെ. അപ്പോ ഇതിൽ പ്രധാനമായിട്ടും ബാക്ടീരിയ ആന്റിബയോട്ടിക്കിനെതിരെ സൃഷ്ടിക്കുന്ന പ്രതിരോധമാണ് AMRൽ പ്രധാനമായിട്ടും വരുന്നത്. കാരണം നമ്മൾ കൂടുതലായിട്ട് ആന്റിബയോട്ടിക് ഉപയോഗിക്കണം. കാരണം നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ ബാക്ടീരിയൽ ഡിസീസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക് ഉപയോഗവും വളരെയധികം കൂടുതലാണ്. WHO കണക്ക് പ്രകാരം ലോക ആരോഗ്യം നേരിടുന്ന 10 ഭീഷണികളിലെ 5ാമത്തെ ഭീഷണിയാണ് AMR. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്ര പ്രാധാന്യം. ഇവിടെ മൈക്രോ ഓർഗാനിസങ്ങൾ തമ്മിലുള്ള മൈക്രോ ഓർഗാനിസങ്ങളും രോഗം കൂടുതലായിട്ട് അവര് പ്രതിരോധം സൃഷ്ടിക്കുന്നത് മൂലം രോഗാവസ്ഥ കൂടുതലായിട്ട് മൂർച്ഛിക്കപ്പെടുകയും മരണ കാരണം ഉണ്ടാവുകയും ചെയ്യും.
WHO കണക്കനുസരിച്ച് 2050 ആവുമ്പോഴേക്കും ക്യാൻസർ മൂലമോ അല്ലെങ്കിൽ റോഡ് ആക്സിഡന്റ് മൂലമോ ഉള്ള മരണത്തെക്കാൾ കൂടുതലായിട്ട് മരണത്തിന് കാരണമാകുന്നത് AMR എന്നാണ് അവരുടെ വിലയിരുത്തൽ. നമ്മുടെ കണ്ണിൽ കാണാൻ കഴിയാത്ത എന്നാൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ബാധകമായേക്കാവുന്ന ഒരു നിശബ്ദ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് മെഡിക്കൽ രംഗം. അപ്പോ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്തുകൊണ്ടൊക്കെയാണ് AMR വരാനുള്ള കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ഓവർ പ്രിസ്ക്രൈബിംഗ് ഓഫ് ആന്റിബയോട്ടിക്സ്. കൂടുതലായിട്ട് ഇപ്പൊ ഡോക്ടർമാർ കൂടുതലായിട്ട് ഒന്നിലധികം ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുക, അത് കൂടുതൽ കഴിക്കേണ്ടി വരിക, ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുകയും ഇപ്പോ ജലദോഷം, പനി എന്നിവയ്ക്കായിട്ട് ആന്റിബയോട്ടിക് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ രോഗികളുടെ സമ്മർദ്ദം മൂലം പ്രിസ്ക്രിപ്ഷൻ പ്രഷർ കാരണം ഡോക്ടർക്ക് ഒന്ന് ആന്റിബയോട്ടിക്കുകൾ എഴുതേണ്ടി വരും. വൈറൽ ഇൻഫെക്ഷൻ ആന്റിബയോട്ടിക്കുകൾ എഴുതേണ്ടി വരികയും അങ്ങനെ ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുകയും രോഗി കഴിക്കുകയും ചെയ്യുന്നത് മൂലം AMR ഡെവലപ്പ് ചെയ്യും. രണ്ടാമതായിട്ട് പേഷ്യൻസ് ആർ നോട്ട് കംപ്ലീറ്റിംഗ് ദയർ ട്രീറ്റ്മെന്റ്. ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ അപ്പുവിന്റെ മനോഹറിന്റെ കേസ് പറഞ്ഞ മാതിരി 5 ദിവസം ഡോക്ടർ മരുന്ന് എഴുതി, 3 ദിവസം കഴിച്ചു. 3 ദിവസം കഴിക്കുമ്പോൾ നമുക്ക് ഭേദമായി എന്ന് തോന്നാം, പക്ഷെ ഒരിക്കലും പൂർണ്ണമായിട്ട് ഈ 3 ദിവസം കഴിക്കുമ്പോഴേക്കും ഒരു 80% ബാക്ടീരിയ നശിച്ചിട്ടുണ്ടാവും. എന്നാൽ 20% സ്റ്റിൽ അലൈവ്. അവര് പുതിയ പുതിയ മാർഗങ്ങൾ അവർക്ക് ആന്റിബയോട്ടിക്കിനെ മനസ്സിലായി. ഒരാൾ നമ്മളെ തല്ലാൻ വരുമ്പോൾ നമ്മളൊരു പ്രതിരോധം സൃഷ്ടിക്കുന്ന മാതിരി ഇപ്പൊ മരുന്ന് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയാണ് ഈ ബാക്ടീരിയ ചെയ്യുന്നത്. ഈ ബാക്ടീരിയ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ നോർമൽ ഫ്ലോറ ഉണ്ട്, നമ്മുടെ കുടലിലൊക്കെ പ്രധാനമായിട്ടും കാണപ്പെടുന്നതാണ്. ഈ നോർമൽ ഫ്ലോറ എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനും അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും അതുപോലെ ദഹനം പ്രോപ്പറായിട്ട് നടക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൂട്ടം ബാക്ടീരിയകളാണ് നോർമൽ ഫ്ലോറ. ഈ നോർമൽ ഫ്ലോറനെ ആന്റിബയോട്ടിക് നമ്മൾ അനാവശ്യമായിട്ട് കഴിക്കുന്നത് മൂലം നോർമൽ ഫ്ലോറ നശിക്കും. അപ്പോ ആവശ്യമില്ലാതെ രോഗാണുക്കളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ ആന്റിബയോട്ടിക്കുകൾ എന്ത് ചെയ്യും? നോർമൽ ഫ്ലോറേനെയും ഉപദ്രവിക്കും. അപ്പൊ ആവശ്യമില്ലാതെ ഒരാൾ ഉപദ്രവിക്കാന്ന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തിരിച്ചു പ്രതികരിക്കും. അവരും അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആദ്യം തന്നെ പ്രതിരോധം സൃഷ്ടിക്കുന്നത് ഗട്ടിലുള്ള നോർമൽ ഫ്ലോറ ആണ്. അപ്പൊ അവരാണ് ആദ്യം തന്നെ പ്രതിരോധം സൃഷ്ടിച്ച് അവരുടെ ആയുധങ്ങൾ പുറത്തെടുക്കും. കാരണം ഇതിനെതിരെ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്ത് അവരിൽ നിന്ന് ആ റെസിസ്റ്റൻസ് മറ്റുള്ള രോഗാണുക്കളായ ജീൻ ട്രാൻസ്ഫർ വഴി രോഗാണുക്കളായ ബാക്ടീരിയകളിലേക്ക് എത്തുകയും അങ്ങനെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൂടുതൽ വ്യാപ്തിയിലേക്ക് കൂടുതൽ പല ഭാഗത്തേക്കും സ്പ്രെഡ് ആവുകയും ചെയ്യാനുള്ളത്. നമ്മൾ ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുകയും കഴിക്കുകയും ചെയ്യുമ്പോൾ ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. രണ്ടാമതായി നമ്മൾ മെഡിക്കേഷൻ ആവശ്യമില്ലാതെ ഇപ്പൊ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ആവശ്യമില്ലാതെ മെഡിക്കേഷൻ ആന്റിബയോട്ടിക് വേണമെന്ന് പറഞ്ഞിട്ട് എടുക്കുക. സെൽഫ് മെഡിക്കേഷൻ ഇപ്പോ പനിക്കും ജലദോഷത്തിനൊക്കെ ശരിക്ക് വേണ്ടാന്ന് നേരത്തെ പറഞ്ഞു. പക്ഷെ ആന്റിബയോട്ടിക് കഴിച്ചാലേ നമ്മുടെ ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആന്റിബയോട്ടിക് കഴിച്ചാലേ അസുഖം മാറുള്ളൂ എന്നൊരു ചിന്ത. അപ്പൊ സെൽഫ് മെഡിക്കേഷൻ അതൊരു AMR ഡെവലപ്പ് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. അടുത്തതായി ഓവർ യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് ഇൻ ഫിഷ് ഫാം, പൗൾട്രി ഫാം, ഡയറി പ്രോഡക്ട്സ്. ഇവിടെയൊക്കെ എന്താ സംഭവിക്കണേന്ന് പറഞ്ഞാല് ഇവരുടെ ഈൽഡ് കൂട്ടാൻ, കന്നുകാലികളുടെ ഈൽഡ് കൂട്ടാൻ, അതുപോലെ അവരുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ, അതുപോലെ അവയ്ക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ ഒക്കെ വേണ്ടിയിട്ട് ഇവരുടെ ഫീഡിലൊക്കെ ആന്റിബയോട്ടിക് ചേർക്കും അല്ലെങ്കിൽ സ്പ്രേ ചെയ്യും അങ്ങനെയൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ഈ പശുക്കളായാലും അല്ലെങ്കിൽ എരുമാപ്പോത്ത് അങ്ങനത്തെ കന്നുകാലികളിലെ ആന്റിബയോട്ടിക് ഈ ഫീഡിനൊപ്പം ചേർക്കുമ്പോൾ അവയുടെ ചാണകത്തിലൂടെ അടക്കം ആന്റിബയോട്ടിക്കിന്റെ അംശം പുറത്തേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ എത്തുമ്പോൾ അത് നമ്മൾ ഈ ചാണകമൊക്കെ കൃഷിക്കല്ലേ ഉപയോഗിക്കുക കൂടുതലായിട്ട്.
അപ്പൊ പച്ചക്കറികളിലും അതിന്റെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ അതുപോലെ കോഴികളിലൊക്കെ അവരുടെ കൂടുതലായിട്ട് വളർച്ച, മുട്ട കൂടുതലിടാനും വളർച്ചയെ ത്വരിതപ്പെടുത്താനും ഒക്കെ ആയിട്ട് ആന്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ മുട്ട കഴിക്കുമ്പോൾ അതിലൂടെയും ചെറിയ തോതിൽ ആന്റിബയോട്ടിക് നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ ലോകത്തുള്ള ഒരുവിധം വസ്തുക്കളിൽ മുഴുവൻ ആന്റിബയോട്ടിക്കിന്റെ സാന്നിധ്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അത് AMR ഡെവലപ്പ് ചെയ്യാൻ ഇതുമൂലം നമ്മളിലേക്ക് എത്തുകയും അങ്ങനെ നമ്മൾ കഴിക്കുന്ന മത്സ്യം, മാംസം, അതുപോലെ മുട്ട, ഇതൊക്കെ, അതുപോലെ പാലുൽപ്പന്നങ്ങൾ, ഡയറി പ്രോഡക്ട്സിലൊക്കെ കൂടുതലായിട്ട് ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം ഈ ആന്റിബയോട്ടിക്കിന്റെ അംശം നമ്മളിൽ എത്തുകയും നേരത്തെ പറഞ്ഞ പോലെ നോർമൽ ഫ്ലോറനെ എഫക്റ്റ് ചെയ്യുകയും അങ്ങനെ AMR ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആക്ച്വലി നമ്മള് ഈ അടുത്തതായിട്ട് പൂവർ ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻ ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്സ്. ഹോസ്പിറ്റലുകളിലും അതുപോലെ ക്ലിനിക്കുകളിലൊക്കെ കൂടുതൽ വൃത്തിയില്ലാത്ത സാഹചര്യം കൊണ്ട്, ആശുപത്രി എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഇൻഫെക്ഷ്യസ് ഏജൻസ് ഉള്ള, അതുപോലെ രോഗാണുക്കള് കൂടുതലുള്ള, അല്ലെങ്കിൽ രോഗം വന്ന ആളുകൾ കൂടുതലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന, വരികയും പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആശുപത്രികള്, ക്ലിനിക്കുകൾ. അവിടെയൊക്കെ പ്രോപ്പർ ഇൻഫെക്ഷൻ കൺട്രോൾ ഇല്ലാതുണ്ടെങ്കിൽ ഈ AMR, അതുപോലെ കൂടുതലായിട്ട് ആന്റിബയോട്ടിക് മരുന്നുകൾ യൂസ് ചെയ്യണ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ പ്രോപ്പറായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ AMR ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തതായിട്ട് ലാക്ക് ഓഫ് ന്യൂ ആന്റിബയോട്ടിക്സ്. കൂടുതലായിട്ട് നമ്മളിപ്പോ 1928 പെൻസിലിൻ എന്ന ആന്റിബയോട്ടിക് നമ്മൾ ആദ്യം കണ്ടെത്തിയത്. ആ പെൻസിലിന് ശേഷം അലക്സാണ്ടർ ഫ്ലെമിംഗ്, സ്കോട്ടിഷ് സയന്റിസ്റ്റ് ആയ അലക്സാണ്ടർ ഫ്ലെമിംഗ് പെൻസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിൽ നിന്നാണ് പെൻസിലിൻ കണ്ടെത്തിയത്. ആ കണ്ടെത്തലുകൾ മെഡിക്കൽ ഫീൽഡിൽ ഒരു വിപ്ലവം തന്നെയായിരുന്നു. കാരണം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച ഒരു ഔഷധമായിരുന്നു അന്ന് കണ്ടെത്തിയത്. അതിനുശേഷം ഒട്ടനവധി ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തി. എന്നാൽ ഓരോ തവണയും ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തുമ്പോൾ അതിനനുസരിച്ച് ബാക്ടീരിയകൾ പ്രതിരോധം സൃഷ്ടിക്കുകയും അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിപ്പെടുകയും, അങ്ങനെ ഓരോ തവണ ആന്റിബയോട്ടിക് കണ്ടെത്തുമ്പോൾ അതിനനുസരിച്ച് ബാക്ടീരിയകൾ പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്താൻ സാധിക്കാതെ വരികയും ചെയ്യുന്നത് ഒരു കാരണമാണ്, AMR ഡെവലപ്പ് ചെയ്യാൻ ഒരു കാരണമാണ്. അടുത്തതായിട്ട് ഇപ്പോ ഈ മെഡിക്കൽ കമ്പനികളില്, മരുന്ന് കമ്പനികളിൽ നിന്നുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് നദികളിലും ജലാശയങ്ങളിലും ഒക്കെ ഒഴുക്കുന്നത് മൂലം AMR ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊക്കെയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എല്ലാവരും ഓക്കെ അല്ലേ? അതെ മാം. തീർച്ചയായും. ഓക്കെയാണ്. യെസ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. എങ്ങനെയൊക്കെ നമുക്ക് AMR-നെ തടയാൻ, അല്ലെങ്കിൽ AMR കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ മരുന്ന് വാങ്ങുകയോ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുകയോ ചെയ്യരുത്. മരുന്ന് വാങ്ങുകയോ മെഡിക്കൽ ഷോപ്പുകാർ മരുന്ന് കൊടുക്കുകയോ ചെയ്യരുത്. നേരത്തെ പറഞ്ഞില്ലേ, സെൽഫ് മെഡിക്കേഷൻ. ഡോക്ടറെ കുറിപ്പടി ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങുകയോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകാര് മരുന്ന് കൊടുക്കുകയോ, ആന്റിബയോട്ടിക് മരുന്ന് കൊടുക്കുകയോ ചെയ്യരുത്. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമതായിട്ട്, ഡോക്ടർ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നുവിധം 3 നേരം 5 ദിവസം കഴിക്കാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ആന്റിബയോട്ടിക് ഒരു പ്രത്യേക കവറിലാണ്, ബ്ലൂ കവറിലാണ് ആന്റിബയോട്ടിക് കൊടുക്കുന്നത്. അത് 1 വീതം 3 നേരം എന്ന് പറയുമ്പോൾ 8 മണിക്കൂർ ഇടവിട്ടിട്ട്, രാവിലെ 6 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക്, രാത്രി 10 മണിക്ക്, അങ്ങനെ വ്യക്തമായിട്ട് എഴുതി കൊടുക്കും. കൂടാതെ അവർക്ക് പ്രത്യേകമായിട്ട് ഒരു നിർദ്ദേശം കൊടുക്കും. അസുഖം മാറിയെന്ന് തോന്നിയാലും നിർത്തരുത്, 5 ദിവസം തന്നെ തുടർച്ചയായിട്ട് കൊടുക്കണം.
പ്രത്യേകം പറയും ആന്റിബയോട്ടിക് ആണ് കറക്റ്റ്, ഡോക്ടർ എഴുതിയ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഓരോരുത്തരോടും പ്രത്യേകം പറയാറുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കോഴ്സ് അല്ലെങ്കിൽ കാലയളവ് രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് 5 ദിവസമോ 7 ദിവസമോ അല്ലെങ്കിൽ ഡോക്ടർ എഴുതണ ആ കാലാവധി സമയക്രമം പാലിച്ച് പൂർത്തിയാക്കിയില്ലെങ്കിൽ പൂർത്തിയാക്കണം. അത് ഒരു AMR കുറയ്ക്കാനുള്ള ഒരു സംവിധാനമാണ്. മൂന്നാമതായിട്ട് ശുചിത്വം പാലിക്കുക, കൈകൾ സോപ്പിട്ട് കഴുകുക. ഇപ്പൊ നമ്മള് ഒരാൾക്ക് അസുഖം ഉള്ള ഒരാൾക്ക് നമ്മൾ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തു, ആ കൈ കൊണ്ട് തന്നെ നമ്മൾ ഒരു 10 ആൾക്ക് കൊടുത്താൽ അവരിൽ നിന്ന് AMR ബാക്ടീരിയ ഉള്ള ആളിൽ നിന്നാണ് നമ്മൾ ഷേക്ക് ഹാൻഡ് വാങ്ങി ഷേക്ക് ഹാൻഡ് പലർക്കും കൊടുത്തതെങ്കിൽ ആ AMR ബാക്ടീരിയ അവിടെ നിന്ന് ഒരു 10 ആളിലേക്കും സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകുക, ശുചിത്വം പാലിക്കുക. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും അതുപോലെ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷവും കൈകൾ സോപ്പിട്ട് നല്ലവണ്ണം പതപ്പിച്ച് കഴുകാം. പിന്നെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ തൂവാല ഉപയോഗിക്കുക. ഇതൊക്കെയാണ്. പിന്നെ കാലാവധി കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ ഇപ്പോ നമ്മുടെ കറക്റ്റ് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടാവില്ല കാലാവധി കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ. എന്നാൽ പലരും ഉപയോഗിക്കുക 2 ദിവസം കഴിഞ്ഞ് നിർത്തുക, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ മരുന്നുകൾ, ആന്റിബയോട്ടിക്കുകളായിക്കോട്ടെ മരുന്നുകൾ അലക്ഷ്യമായി വലിച്ചെറിയരുത്. കേരള സർക്കാരിന്റെ ഒരു പുതിയൊരു പദ്ധതി NPROUD, ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പദ്ധതി പ്രകാരം കേരളത്തിലെ ഒരുവിധം എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു ബ്ലൂ ബോക്സ് വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലുകളിലും അതുപോലെ തിരഞ്ഞെടുത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒക്കെ ഒരു ബ്ലൂ ബോക്സ് വെക്കാനാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. അതില് നമ്മള് വീട്ടിൽ നിന്നുള്ള മരുന്നുകൾ കളക്ട് ചെയ്തിട്ട് ഒരു പ്രത്യേകം സൂക്ഷിച്ചു വെച്ചിട്ട് ഹരിതകർമ്മസേനക്കാർ വരുമ്പോൾ അവരെടുത്ത് കൊടുത്തയക്കാം. അവര് ബ്ലൂ ബോക്സിലാക്കി പ്രോപ്പർ സ്ഥലത്ത് എത്തിക്കും. അതേസമയം നമ്മുടെ കയ്യിൽ ആവശ്യമില്ലാത്ത മരുന്നുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ഹോസ്പിറ്റലുകളിൽ ഒരു ബ്ലൂ ബോക്സ് വെച്ചിട്ടുണ്ടാവും, അവിടെ നിക്ഷേപിക്കാം. ഇങ്ങനെ കളക്ട് ചെയ്ത മരുന്നുകള് കൊച്ചിയിലെ കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് കൈമാറുകയും അങ്ങനെ അവര് അവിടെ വെച്ചിട്ട് ഉയർന്ന താപനിലയിൽ ഇത് കത്തിച്ചു കളയുകയും ചെയ്യണം. പിന്നെ നമ്മള് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നേരത്തെ പറഞ്ഞു, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് ചോദിച്ചു വാങ്ങരുത്, ആന്റിബയോട്ടിക് മരുന്ന് ചോദിച്ചു വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞു. കേരള സർക്കാരിന്റെ വേറൊരു പദ്ധതി തന്നെയാണ് ഓപ്പറേഷൻ അമൃത്. ഈ പ്രോഗ്രാം പ്രകാരം ആന്റിബയോട്ടിക് ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ആന്റിബയോട്ടിക് വാങ്ങുന്നത് തടയാനുള്ള ഒരു ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന്റെ ഒരു പദ്ധതിയാണ്. അപ്പൊ മരുന്നുകൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് കഴിക്കേണ്ടി വരില്ല. നമുക്കൊരു എത്ര പൈസ കൊടുത്താലും നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാൻ സാധിക്കും. എന്നാൽ ഒരു ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉള്ള ബാക്ടീരിയക്കെതിരെ ഒരു ആന്റിബയോട്ടിക് പെട്ടെന്ന് വികസിപ്പിച്ചെടുക്കാൻ എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്താലും നമുക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പോ എല്ലാവർക്കും ഒരു ആന്റിബയോട്ടിക് മരുന്ന് ഫലിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി കൂടുതൽ ആഡ് ഓൺ ചെയ്യാമെങ്കിൽ ചെയ്യാം. ആർക്കും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് രാജലക്ഷ്മി മാം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു സെഷൻ ആയിരുന്നു. കുറെ കാര്യങ്ങൾ ഇത്രത്തോളം വലിയൊരു വിഷയമാണെന്ന് കുറെ ഒരു ഇൻസൈറ്റ് കിട്ടിയ ഒരു മാമിന്റെ ആ ഒരു സെഷനിൽ നിന്ന്. ഒരു വലിയൊരു വിഷസ് സർക്കിളായിട്ടാണല്ലോ ഇത് കിടക്കുന്നത്. മാം പറഞ്ഞു വെച്ചിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. മനുഷ്യര് മാത്രമല്ല, അതെ, അത് മൃഗങ്ങൾക്കും കൊടുക്കുമ്പോൾ അതൊരു ഫുഡ് ചെയിനിന്റെ ഭാഗമായി അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത് ഒക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷൻ. താങ്ക് യു സോ മച്ച്. അതുകൊണ്ടാണ് WHO വൺ ഹെൽത്ത് എന്ന ഒരു പദ്ധതി
അതില് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, അനിമൽ ഹസ്ബൻഡറി എന്ന് തുടങ്ങി സമസ്ത മേഖലകളെയും സമ്മേളിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് വൺ ഹെൽത്ത്, ഒറ്റ ആരോഗ്യം. അത് മനുഷ്യരുടെ മാത്രമല്ല സകല ഇപ്പൊ ഈ ആന്റിബയോട്ടിക്കുകൾ ഫിഷറീസിലും അതുപോലെയൊക്കെ യൂസ് ചെയ്യുന്നത് മൂലം അവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതിന്റെ. അതുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം ഇതിന് കൊടുക്കുന്നത് AMR. കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റിയ മാം ഇപ്പം പറഞ്ഞു വെച്ചിട്ട്. കേരള സർക്കാരിന്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അറിയാം. ഞാനും ഡയറക്റ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പല ടാബ്ലറ്റ്സും ബാക്കി വരുന്നത് നമ്മൾ എടുത്തു വെക്കുക. പലപ്പോഴും അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ അല്ലയോ ശ്രദ്ധിക്കാതെ എടുത്ത് ചിലപ്പം അറിയാണ്ട് ഉപയോഗിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുക. അലക്ഷ്യമായിട്ട് അവിടെ ഇവിടെയും കുറച്ച് കിടക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം നമ്മൾ സ്വരുക്കൂട്ടി വെക്കുന്നു, പിന്നെ ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ സ്വയം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുക, സ്വയം നമ്മൾ ഡോക്ടേഴ്സായി മാറുന്ന അവസ്ഥകൾ പല വീട്ടിലും ഉണ്ടാകുന്നു. ഓക്കെ, ഈ മരുന്ന് കഴിച്ചാൽ മതി, അന്ന് വന്ന അസുഖത്തിന് ഇതായിരുന്നു കഴിച്ചത്, അപ്പം ഇത് ബാക്കിയുണ്ടല്ലോ അത് ഉപയോഗിക്കുന്ന ഒരവസ്ഥ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇപ്പോ നമ്മുടെ വീട്ടില് ഒരാൾക്ക് കഴിച്ചു, 2 ദിവസം കഴിഞ്ഞ് അയാൾക്ക് മാറിയപ്പോ ആ മരുന്ന് നിർത്തി. ഇപ്പൊ നമ്മുടെ സഹോദരനോ അല്ലെങ്കിൽ വേറൊരാൾക്കോ ഇതേ അസുഖം തന്നെ ഈ മരുന്ന് എടുത്തു കൊടുക്കും. അപ്പൊ നമ്മള് സ്വയം ചെയ്യുന്ന ഒരു ദ്രോഹം മാത്രമല്ല, മറ്റൊരാളെ കൊണ്ടും ആ ദ്രോഹം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സിംറ്റംസ് കറക്റ്റ് ആണോ എന്ന് അറിയാതെ അതേ രോഗത്തിന് തന്നെയാണോ, ഓക്കെ ചുമ എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ കഫക്കെട്ടോ എല്ലാം നമുക്കൊറ്റ കാറ്റഗറിയാ, പനിയുടെ ലക്ഷണം എന്ന് പറഞ്ഞ് സ്വയം അങ്ങ് ചികിത്സിക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്ന പലപ്പോഴും പല വീടുകളിലും നമ്മൾ കാണുന്നു. രാജലക്ഷ്മി മാം. ഗുഡ് ഈവനിങ് മാം. റാണി മാം. ഓക്കെ മാം, ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ചില നമ്മള് മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ചിലവർ ഈ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവരും. വളരെ കാലം പഴക്കമുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കും അത്. എഴുത്തുകളൊക്കെ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. എന്നോ എപ്പോഴോ ആർക്കും എഴുതി കൊടുത്ത ഒരു പ്രിസ്ക്രിപ്ഷൻ അവരിപ്പോഴും അതേ മരുന്ന് തന്നെ വാങ്ങിച്ച് ആ ഒരു ലക്ഷണം കാണിക്കുന്ന രോഗങ്ങൾക്കൊക്കെ അത് തന്നെ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ എത്രത്തോളം ഇവർക്ക് എഫക്റ്റ് ആവും? ഇപ്പോ അതേ മരുന്ന് തന്നെ റിപ്പീറ്റ്, അതേ ഡോസ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അത് അവരുടെ എല്ലാ തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിനെയും ബാധിക്കുന്നുണ്ടാവില്ലേ? തീർച്ചയായും. ഇപ്പൊ അങ്ങനെ കൊടുക്കുന്നില്ലല്ലോ. ഇപ്പൊ അങ്ങനെ നിയമം ഇപ്പൊ കൂടുതലായിട്ട് വന്നോണ്ടേ ഇപ്പൊ ഓപ്പറേഷൻ അമൃത് തന്നെ, ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പറേഷൻ അമൃത് എന്ന പദ്ധതി പ്രകാരം ആന്റിബയോട്ടിക് ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ആക്ഷൻ എടുക്കാനും, അതുപോലെ അത് ആരെങ്കിലും അങ്ങനെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അതാത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാനും പ്രത്യേക നിർദ്ദേശമുണ്ട്. പക്ഷെ ഇതൊക്കെ ശരിക്കും ആരെങ്കിലും അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്താൽ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ അടുത്ത പരിചയക്കാരനായിരിക്കും നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പുകാരൻ. അപ്പൊ നമ്മൾ വീട്ടിലിരുന്ന് വിളിച്ചു പറയും, അയാൾ കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അയാൾ തന്നെ പറയാം ഇത് കഴിക്കണ്ട, അതിന് പകരം ഇത് കഴിച്ചാൽ മതി എന്ന് പറയുന്നൊരു സമൂഹം ഇപ്പോഴും നിലവിലുണ്ട്. അത് ഒന്നും മാറിയിട്ടില്ല. അപ്പൊ ഇപ്പൊ എത്രത്തോളം കൺട്രോൾ വെച്ചാലും അവരവർ തന്നെ സെൽഫ് അവയർനെസ് അവരവർക്ക് തന്നെ ഉണ്ടായില്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഒരിക്കലും അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പുകാരൻ നീ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്നാലേ മെഡിസിൻ തരൂ എന്ന് പറയാറില്ലേ? അതുപോലെ കഫ് സിറപ്പ്, അതുപോലെ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കഫ് സിറപ്പുകൾ. ചുമയുണ്ടെന്ന് പറയുമ്പോഴേക്കും അയാൾ ഏതെങ്കിലും ഒരു കഫ് സിറപ്പും 2-3 ടാബ്ലറ്റും കൊടുത്തു, അതുകൊണ്ട് അങ്ങോട്ട് പോവും. പിന്നെ എന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളതൊന്നും ആരും ആലോചിക്കാറില്ല. അതൊക്കെയുണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെ ആൾക്കാർക്ക് എല്ലാവരും മനസ്സിലാക്കിയിട്ട് അവരൊക്കെ അതിനനുസരിച്ചിട്ട് പെരുമാറാനും മുന്നോട്ട് പോകാനും നമ്മുടെ പുതിയ തലമുറയ്ക്കും നമ്മുടെ ഇപ്പോഴുള്ള തലമുറയ്ക്കും ഒക്കെ ഒരുപാട് ഉപകാരമാവട്ടെ. മാമിന് ഇതേപോലെ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻസ്. താങ്ക് യു മാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോളൂ. ഞാനൊരു കാര്യം ഇതിന്റെ ഇടയിൽ പറയാൻ വിട്ടുപോയത് എന്താ വെച്ചാല്, ഇപ്പൊ നേരത്തെ കന്നുകാലികളിലൊക്കെ ഫീഡിന്റെ ഒപ്പം ആന്റിബയോട്ടിക് ചേർക്കുന്നു പറഞ്ഞല്ലോ. ആ ചേർക്കുന്ന ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് കൊളിസ്റ്റിൻ എന്ന ഒരു വീര്യം കൂടിയ ഒരു ആന്റിബയോട്ടിക്കാണ്. അപ്പൊ WHO ഈ ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തില് ഒരു ആന്റിബയോട്ടിക്കിനെ ഒരു 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ആക്സസ്, വാച്ച് ആൻഡ് റിസർവ്.
അതിലെ ആദ്യം നമ്മൾ ഡോക്ടറോട് ചെല്ലുമ്പോൾ ആക്സസ് കാറ്റഗറിയിലാണ് ആദ്യം എഴുതുക. റിസർവ് കാറ്റഗറിയിലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് കർശന നിർദ്ദേശമുണ്ട്. ഇപ്പൊ പ്രൈമറി ഹെൽത്ത് സെന്ററിലൊക്കെ 95% ആന്റിബയോട്ടിക്കുകളും ആക്സസ് കാറ്റഗറിയിൽ നിന്ന് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാവൂ എന്ന വ്യക്തമായ നിയമമുണ്ട്, നിർദ്ദേശമുണ്ട്. നിയമമല്ല, നിർദ്ദേശമുണ്ട് WHO ഇതനുസരിച്ച്. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ കൊളിസ്റ്റിൻ എന്ന മരുന്ന്, അത് 3ാമത്തെ ഘട്ടത്തിൽ വരുന്നതാണ്. ആക്സസ് വാച്ച് റിസർവിൽ പെട്ടതാണ് കൊളിസ്റ്റിൻ. ആ കൊളിസ്റ്റിൻ ആണ് അവർ ഈ ഫീഡിന്റെ ഒപ്പം കന്നുകാലികൾക്ക് കൊടുക്കുന്നത്. അപ്പോ ഈ ടെർഷറി കാറ്റഗറി, റിസർവ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 കാറ്റഗറിയും ഒരു ഫലമില്ലാതെ അത്യാസന്ന ഘട്ടത്തില്, തീവ്രഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു തരം മരുന്നാണ്. അപ്പോ ഈ IMR ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതാണ് ഒരു ഭയങ്കരമായിട്ടുള്ള വിഷമം. അതുകൂടി ഞാൻ പറയാൻ ഉദ്ദേശിച്ചു, അത് വിട്ടുപോയി. താങ്ക് യു മാം. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. എല്ലാവർക്കും നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഹെൽത്തിനെ സംബന്ധിക്കുന്നതാണല്ലോ. എനിക്ക് 2 കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഒന്ന്, എനിക്ക് ഇവിടെയും നാട്ടിലാകുമ്പോൾ തോന്നുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, നമുക്കിവിടെ 3 തരം ഹെൽത്ത് കെയർ സിസ്റ്റം ഉള്ളത്. അർജന്റ് കെയർ, എമർജൻസി. അപ്പം ആദ്യം നമ്മൾ എപ്പോഴും അർജന്റ് കെയറിലാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ, അവിടെ പോയി കഴിഞ്ഞാൽ അവരൊരിക്കലും ആന്റിബയോട്ടിക് ആദ്യം തരില്ല. ആദ്യം ജനറിക് മെഡിസിൻ തന്ന് മാറിയില്ലെങ്കിൽ മാത്രമേ ആന്റിബയോട്ടിക് തരുള്ളൂ. ഇനിയിപ്പോ ആന്റിബയോട്ടിക് തന്നാൽ തന്നെ അവർ ഒരിക്കലും നമ്മുടെ കയ്യിൽ പ്രിസ്ക്രിപ്ഷൻ തരില്ല. അവർ ഏത് ഫാർമസിയിലേക്കാണ് വേണ്ടതെന്ന് ചോദിക്കും. ടെസ്റ്റ് ആണെങ്കിൽ ഏത് ലാബിലേക്കാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടാണ് അവർ റെഫർ ചെയ്യുന്നത്. നമ്മൾ ആ ഫാർമസി പോവുക, നമ്മുടെ ID കാണിക്കുമ്പോൾ അവരത് അവരുടെ സിസ്റ്റത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് മെഡിസിൻ തരും. അപ്പൊ ആ അസുഖം മാറിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഈ ഡോക്ടറെ തന്നെ പോയി കാണിക്കണം. ഫാർമസിയിൽ പോയാൽ അവർ മെഡിസിൻ തരില്ല. സാധാരണ പനി, ജലദോഷത്തിനൊക്കെയുള്ള ആന്റിബയോട്ടിക് അല്ലാത്ത മെഡിസിൻ ഒക്കെ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നത് പോലെ ഇവിടെ കിട്ടും. പക്ഷെ ഇതുപോലെയുള്ള ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമുള്ള മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് പഴയ പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിലില്ലല്ലോ, അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ മെഡിസിൻ കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ഗ്രാജുവൽ ആയിട്ട് അവർ മെഡിസിൻ തരുള്ളൂ. ചെന്ന ഉടനെ നല്ല ഡോസ് ഉള്ള മെഡിസിൻ അവർ തരില്ല. ആദ്യം കുറച്ച് കഴിച്ചു നോക്കും, എന്നിട്ട് മാറിയില്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നുള്ളതാണ്. രണ്ടാമത്തെ, ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്ന സമയത്ത് കൂടുതൽ വിസിറ്റും, നമുക്ക് അവിടെ മെഡിക്കൽ കോളേജും ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഒരുപാടുള്ളത് കാരണം പ്രൈമറി ഹെൽത്ത് സെന്ററിലാണെങ്കിലും അല്ലെങ്കിൽ അവിടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായിരുന്നു അതിന്റെ പേര്, ശ്രീചിത്ര LSITയിലാണ് പോവാറുണ്ടായിരുന്നത്. അപ്പൊ അവിടേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അവർ ഈ പറയുന്ന പോലെ ഗ്രാജുവൽ ആയിട്ട് മെഡിസിൻ തരുള്ളൂ. പ്രൈവറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ ആദ്യമേ നമുക്ക് ആന്റിബയോട്ടിക് തന്ന് പെട്ടെന്ന് മാറാനുള്ള ഒരു ഇതാണ്. എനിക്കൊന്ന് പേഷ്യൻസും അതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം നാട്ടിലാണെങ്കിലും കൂടുതൽ കഴിയുന്നിടത്തോളം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. കുറച്ച് സൗകര്യങ്ങൾ കുറവായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും, എന്നാൽ പോലും നല്ല മെഡിസിനും നമുക്ക് നല്ല സർവീസും കിട്ടും. ഈ പറയുന്ന പോലെ ഒരു ലോങ് റണ്ണിൽ എപ്പോഴും നല്ലത് ആ രൂപത്തിലുള്ള മെഡിക്കേഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു സെഷൻ ആയിരുന്നു. ഇനി ഇതുപോലെയുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷനുമായിട്ട് രാജലക്ഷ്മി മാം വീണ്ടും വരിക. കാരണം ഇതൊന്നും നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കിയാൽ കിട്ടുന്ന അറിവുകളല്ല, അറിവുള്ളവർ പറഞ്ഞു തന്നാൽ മനസ്സിലാവുന്നതാണ്. പ്രത്യേകിച്ച് മാമിനെ പോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആയിരിക്കും. താങ്ക് യു മാം. ഗുഡ് ഈവനിങ് രാജലക്ഷ്മി മാം. ഞാൻ ഫുള്ളി ഇൻവോൾവ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഓൾറെഡി കമ്മിറ്റ്മെന്റ്സ് ഉള്ളത് കൊണ്ട്. എനിവേ നല്ലൊരു ടോപ്പിക് നമ്മളെല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടേണ്ട ഒരു ടോപ്പിക് ആയിട്ട് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. നല്ല ഇത് അവയർനെസ്, മാമിന്റെ സെഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് അവയർനെസ് കിട്ടി, ഇൻഫർമേഷൻസ് കിട്ടി. ഈ മാതിരി കാര്യങ്ങള് ആക്ച്വലി നമ്മൾ ഒരുപാട് അലേർട്ട് ആയിരിക്കണം. ബിക്കോസ് നമ്മളുടെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ അലേർട്ട് ആയിരുന്നാലേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഹെൽത്തിന് കെയർ എടുക്കാൻ പറ്റുള്ളൂ. സോ മാം പോലെ ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി ഈ മാതിരി സെഷൻസ് നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അവെയർ ആയിട്ട് ഇരിക്കാൻ പറ്റും. അതേ രീതിയിലാണ് നമ്മുടെ സറൗണ്ടിങ്സിനെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളവർക്കും അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ മാം വന്നിട്ട് നല്ല രീതിയിൽ പ്രസന്റേഷനും ഉണ്ടായിരുന്നു മാമിന്റെ. ബെസ്റ്റ് വിഷസ്. ആൻഡ് മാം ഇങ്ങനത്തെ അവയർനെസ് പ്രോഗ്രാംസ് ആയിട്ട് ക്ലാസ്സസ് ആയിട്ട് വരണമെന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. താങ്ക് യു മാം. താങ്ക് യു മാം. ഗുഡ് ഈവനിങ് രാജലക്ഷ്മി മാം. ഗുഡ് ഈവനിങ് സജ്ന മാം.
വളരെ ഉപകാരപ്രദമായ നിത്യജീവിതത്തിൽ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അറിവുകളാണ് മാം പറഞ്ഞത്. നല്ല രീതിയിൽ മാം പ്രസന്റ് ചെയ്തു. ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി. നമ്മുടെ മക്കൾക്ക് അസുഖം വരുമ്പോ പെട്ടെന്ന് മാറാൻ എന്താ വഴി? ഒരു പ്രാവശ്യം വരും, പോകും, ഡോക്ടറെ അടുത്ത് പോകും, പിറ്റേന്നൊക്കെ മാറുന്നില്ല എന്ന് കണ്ട വീണ്ടും വന്ന് തന്നെ പോകും. അർജന്റാണ്, നമുക്ക് അർജന്റാണ്. അപ്പൊ അതിനനുസരിച്ച് ഡോക്ടേഴ്സും അവരും തന്നെ ആദ്യം ആന്റിബയോട്ടിക് തന്ന് അവർ കോഴ്സ് പൂർത്തിയാണെങ്കിൽ മുന്നേ തന്നെ നമ്മൾ മാറിയില്ലായിരുന്നു വീണ്ടും ചെല്ലുമ്പോൾ അവർ പിന്നെ ഇഞ്ചക്ഷനാണ് തരുന്നത്. നമ്മളാണ് അതിന് കാരണം. വെയിറ്റ് ചെയ്യാൻ സമയമില്ല. പക്ഷെ ആ ഒരു അസുഖം ഒരു ആഴ്ചന്റെ ഉള്ളിൽ മക്കൾക്ക് വീണ്ടും വരും. അപ്പൊ വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ മാറ്റങ്ങളും ഉണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. താങ്ക് യു. പിന്നെ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാല്, ഒന്നുവിധം 3 നേരം 5 ദിവസം എഴുതി കഴിയുമ്പോഴേ ഇപ്പൊ രാവിലെ ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും പ്രത്യേകിച്ച് ആർക്കാണെങ്കിലും ഇപ്പൊ കുട്ടികള് ഒക്കെ രാവിലെ എണീക്കുമ്പോ തന്നെ ഒരു 8 മണി 9 മണിയാവും. അപ്പോ രാവിലത്തെ നേരത്തെ അപ്പം കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് ഒരു 1 മണിക്ക് ഭക്ഷണം എടുത്ത് 1:30 കൊടുക്കും. പിന്നെ രാത്രി കുട്ടികൾ വേഗം ഉറങ്ങും, ഒരു 8:30 കൊടുക്കും. അപ്പൊ ശരിയായ സമയക്രമം പാലിച്ചാലേ ആ ബ്ലഡിൽ ആ കോൺസെൻട്രേഷൻ വരികയും ആ മൈക്രോ ഓർഗാനിസം നശിച്ചു പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ആ 8 മണിക്കൂർ ഇടവിട്ട്, അല്ലെങ്കിൽ 2 നേരമാണെങ്കിൽ 12 മണിക്കൂർ ഇടവിട്ടിട്ട് മരുന്ന് കൊടുക്കണം എന്ന് പ്രത്യേകം നിർദ്ദേശിക്കുന്നത്. പിന്നെ പലരും ഇപ്പൊ ജലദോഷപ്പനിക്കൊന്നും ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമില്ല. വൈറസ് മൂലമാണ് അതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോ അതിനെതിരെ ആന്റിബയോട്ടിക് കൊടുത്താലും കാര്യമില്ല. റെസ്റ്റ് ആണ് വേണ്ടത്. റെസ്റ്റ്, പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക, അതൊക്കെയാണ് വേണ്ടത്. പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫ് ബിസി ആവുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. എത്രയും പെട്ടെന്ന് നമുക്ക് അസുഖം മാറണം എന്നുള്ളൊരു രീതിയാണ് ആളുകളില്. അപ്പൊ വേഗം ഡോക്ടറോട് അങ്ങോട്ട് ചോദിച്ച് പ്രിസ്ക്രിപ്ഷൻ പ്രഷർ ഉണ്ടാക്കിയിട്ട് ഡോക്ടറോട് ചോദിച്ച് ആന്റിബയോട്ടിക് എഴുതും. ഇനി നമുക്കൊരു ഇപ്പൊ നമുക്ക് മനസ്സിലായി ജലദോഷം പനിയൊക്കെ ഒന്നും ആന്റിബയോട്ടിക് ആവശ്യമില്ല. നമുക്ക് ധൈര്യമായിട്ട്, അഥവാ ഡോക്ടർ എഴുതിയാൽ തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഡോക്ടറോട് നേരിട്ട് ചോദിക്കാം, ഇതിന് ആന്റിബയോട്ടിക് ആവശ്യമുണ്ടോ എന്ന്. ചിലപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ മാറി അത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവുന്ന ഘട്ടത്തിൽ മാത്രമേ ആന്റിബയോട്ടിക് ആവശ്യമുള്ളൂ. അല്ലാതെ ആന്റിബയോട്ടിക് ആവശ്യമില്ല. മാം ഇപ്പൊ പറഞ്ഞില്ലേ നമ്മള് ടൈം കറക്റ്റ് ആക്കണം എന്നുള്ളത്. നമ്മള് രാത്രിയൊക്കെ മക്കൾക്ക് മെഡിസിൻ കൊടുത്ത് അത് ചിലപ്പോ അവര് നേരത്തെ കിടന്നുറങ്ങും. അപ്പൊ ഒരു 8 മണിക്കൂർ വരുന്ന 3 മണി 4 മണിയൊക്കെ ആയിട്ടായിരിക്കും. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ അവരെ ഉണർത്തിങ്ങാണ്ട് വെറും മെഡിസിൻ കൊടുക്കാൻ പറ്റും. അവരുടെ വയറ്റിൽ വേറെ ഫുഡൊന്നും ഉണ്ടാവില്ല. കാരണം അസുഖമാകുമ്പോ തന്നെ ഫുഡ് കഴിക്കൽ കുറവായിരിക്കും. ഇതെന്റെ എപ്പോഴും ഒരു ഡൗട്ടാണ്. അപ്പൊ ഞാൻ നിർബന്ധിച്ചപ്പോ അവരെന്തെങ്കിലും ബ്രെഡ് കഴിപ്പിച്ചും അത് വോമിറ്റ് ചെയ്യും. പിന്നെ എങ്ങനെ മെഡിസിൻ കൊടുക്കാന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാകും. അപ്പൊ കൊടുക്കാതെ കിടത്തും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പല പാരന്റ്സും പറയണ വിഷയം തന്നെയാണ്. അപ്പൊ 8 മണിക്കൂർ ഇടവിട്ട് രാവിലെ 6 മണിക്ക് കൊടുക്കുക, ഉച്ചയ്ക്ക് 2 മണിക്ക്, രാത്രി 10 മണിക്ക്. അപ്പൊ ചോദിക്കാറുണ്ട് 6 മണിക്ക് ഒന്നും കഴിക്കില്ലല്ലോ, വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ വെറും വയറ്റിൽ അത് കഴിക്കണ്ട, വല്ല ഒരു ബിസ്ക്കറ്റോ റസ്കോ എന്തെങ്കിലും വെള്ളത്തിൽ മുക്കി കഴിക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതോടൊപ്പം ബിസ്ക്കറ്റോ റസ്കോ കഴിച്ചാൽ മതി. എന്തെങ്കിലും വയറിൻ്റെ ഉള്ളിൽ ചെന്ന് പിന്നെ മരുന്ന് കഴിക്കാലോ. വെറും വയറ്റിലാവില്ല. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാറ്. 2 മണിക്കൂർ ഇടവിട്ടിട്ട് രാവിലെ 8 മണിക്കും രാത്രി 8 മണിക്ക്. രാവിലെ 9 മണിക്കാണെങ്കിൽ രാത്രി 9 മണിക്ക്. അങ്ങനെ ഒരു നേരമാണെങ്കിൽ 5 ദിവസവും ഒരേ സമയത്ത് തന്നെ കഴിക്കാം. 9 മണിക്കാണ് കഴിക്കണേ വെച്ചാൽ രാവിലെ 9 മണിക്കാണെങ്കിൽ 5 ദിവസം 9 മണിക്ക് തന്നെ കഴിക്കാം. ഹലോ രാജലക്ഷ്മി മാം. ഹായ് സർ, റസാഖ് സർ. മാമിൻ്റെ വളരെ നാളുകൾക്ക് ശേഷമുള്ള ഒരു നല്ലൊരു പ്രസൻറ്റേഷൻ ആയിരുന്നു കേട്ടോ. മാമിൻ്റെ സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ സംസാരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു എന്താ പറയുക വൈബ് തന്നെ ഉണ്ടായിരുന്നു. നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു സബ്ജക്റ്റ്. മാമ എൻ്റെ അടുത്ത് ഒരു അഭിപ്രായം ചോദിച്ചിരുന്നു, ഞാൻ ഈ ഒരു സബ്ജക്റ്റ് എടുക്കട്ടെ എന്ന്. ഞാൻ മാമിന് ഫുള്ള് ഗ്യാരണ്ടി കൊടുത്തു. മാം തന്നെയാണ് ഇതിന് ഈ ഒരു സബ്ജക്റ്റ് പറയാൻ യോഗ്യതയുള്ള ആൾ. കാരണം മാം ഫാർമസിസ്റ്റും കൂടിയാണ്.
അപ്പോൾ പിന്നെ ഈ ട്രെയിനിങ് മേഖലയിൽ മാമിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പബ്ലിക് അവയർനെസ് കൊടുക്കാൻ പറ്റിയൊരു കഴിവുള്ള ആൾ മാം തന്നെയാണ്. അപ്പോൾ ഇനിയും ഇതേപോലുള്ള ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ അവസരങ്ങൾ കിട്ടുമ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. പിന്നെ ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഗൾഫിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു റൂളാണ്. കാരണം ഇവിടെ ആൻറ്റിബയോട്ടിക് പോളിസി ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാം ഹോസ്പിറ്റലിൽ തന്നെ നോട്ടീസ് ബോർഡ് വലിയൊരു പിന്നെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ പബ്ലിക്കിനെയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ പെട്ടെന്ന് അസുഖം മാറുമെന്ന്. അപ്പം ഡോക്ടറെ കാണുമ്പോൾ തന്നെ അവർ വന്നിട്ട് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ തന്നെ ആൾക്കാർക്ക് ഒരു സമാധാനമുള്ളൂ. ആൻറ്റിബയോട്ടിക് കൊടുത്തില്ലെങ്കിൽ ആ ഡോക്ടർ നല്ലതല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ആളുകൾക്ക്. അപ്പോൾ ഈ പോളിസി അനുസരിച്ചിട്ട് ഡോക്ടർ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് പോകുമ്പോൾ നോർമൽ ഡെലിവറി സിസേറിയൻ എന്നൊക്കെ പറയുമ്പോൾ സിസേറിയൻ ചെയ്യുന്നതിന് കറക്റ്റ് ഒരു പിന്നെ റീസൺ ഉണ്ടാവുന്നത് പോലെ തന്നെയാണ് ആൻറ്റിബയോട്ടിക്കിനും കുറേ റീസൺ ഇപ്പോൾ അവർ ഈ ആൻറ്റിബയോട്ടിക് പോളിസി WHO കുറേ മാം പറഞ്ഞ മാതിരി കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഈ പോളിസി മെറ്റിങ്ങി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഡോക്ടർ പിന്നെ പിന്നെ ആൻസറബിൾ ആണ് അതിന്. കാരണം ഇപ്പോൾ ഈ ഞാൻ എൻ്റെ ഒരു പിന്നെ ഫാർമസിസ്റ്റും കൂടെ ആയിട്ടുള്ളൊരു ഫ്രണ്ട് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്താണ്. അദ്ദേഹം ഈ ഒരു മെഡിസിൻ കൊടുത്തത് ഒരു ഡോക്ടർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 70 വയസ്സിന് മേലുള്ള ഒരു അച്ഛന് പനി കൂടിയിട്ട് ആ ഡോക്ടറെ കാണുന്നത് തന്നെ മകൻ ഡോക്ടറായതിൻ്റെ പേരിൽ ആൻറ്റിബയോട്ടിക് കൊടുത്തു. പിന്നെ ഹൈ ഫീവർ ആയിരുന്നു, അച്ഛൻ കോമ സ്റ്റേജിലേക്ക് പോയി, അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഈ ഒരൊറ്റൊരു ആൻറ്റിബയോട്ടിക് ഡോക്ടറെ കാണാണ്ട് കൊടുത്തതിൻ്റെ പേരിൽ സംഭവിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഇതിനുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് ഇതിൽ കൊണ്ടുവന്നതിന് വളരെയധികം നന്ദി മാം. ഇനിയും നല്ല രീതിയിൽ ഇതേപോലുള്ള ടോപ്പിക്കുകളായിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആന്റിബയോട്ടിക് അവബോധ വാരം ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് വീക്കായിട്ട് നവംബർ 18 മുതൽ 24 വരെ ആചരിക്കുന്നുണ്ട്. അപ്പൊ ആളുകളിലേക്ക് ഈ ആന്റിബയോട്ടിക്കിനെ എതിരെ അല്ല ആന്റിബയോട്ടിക്കിനെ പറ്റി അല്ലെങ്കിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാകുന്നു, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള അവബോധം വളർത്തുകയാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യം. പിന്നെ അനാവശ്യമായിട്ട് ആന്റിബയോട്ടിക് ഉപയോഗിക്കാതിരിക്കുക. ഹലോ രാജലക്ഷ്മി മാം. സീന മാം. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇതൊന്നും തീരെ അറിയാത്ത ഒരാളാ. +1 സയൻസ് കിട്ടിയിട്ട് ഒന്നുകിൽ ഞാൻ ഫാർമസിയിലേക്ക് ഇന്ന അച്ഛൻ വിടും, അല്ലെങ്കിൽ നഴ്സിംഗ്. ഈ 2 മേഖലയിലേക്കാണ് അച്ഛൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് മനസ്സിലാക്കി ഒരാഴ്ച ഇരുന്നതിന് ശേഷം കൊമേഴ്സിലേക്ക്, അന്നൊന്നും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒന്നും മാർക്കുള്ളവർ എടുക്കാത്തൊരു കാലഘട്ടമാണല്ലോ. അല്ല, എന്തോ ഒരു മോശം പോലെയൊക്കെ ഒരു തോന്നുന്ന ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നല്ലോ കുറെ മുൻപ്. ആ ഒരു കാലത്ത് ഇപ്പോഴും അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ നല്ല മാർക്ക് ഓരോരുത്തരുടെ ലക്ഷ്യത്തിനനുസരിച്ച് എടുക്കുന്നതാണല്ലോ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അച്ഛനൊക്കെ ഒരു ചിന്തയായിരുന്നു, ചേച്ചി സയൻസ് നഴ്സിംഗ്, അപ്പൊ ഇന്നേ ആ ഒരു ഫീൽഡിൽ വിടണം എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പോയില്ല, അങ്ങനെ മാറിയ ആളാ. അപ്പൊ എനിക്ക് കൊമേഴ്സും കാര്യങ്ങളും മാത്രമേ അറിയുള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഈ ഒരു സയൻസ് വിഷയങ്ങളും ഇതുപോലുള്ള ഹോസ്പിറ്റല് ഇങ്ങനെയുള്ള കാര്യങ്ങളും മെഡിസിനൊക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഞാനും ഈ പറഞ്ഞ പോലെ ഇപ്പോ ജേക്കബ് സാർ ആ തുടക്കം പറഞ്ഞ പോലെ ഒരു 3 ഡേയ്സ് കഴിഞ്ഞ് ഞാൻ എന്റെ ചേച്ചിയോട് ചോദിക്കും, നിർത്തട്ടെ മാറി. അപ്പൊ ചേച്ചി ചീത്ത പറയും, ഞാൻ ഈ ഫീൽഡ് ആകുന്നവര് സമ്മതിക്കൂലല്ലോ. അത് 5 ഡേയ്സ് കോഴ്സ് ആണ്, അത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ നിർബന്ധിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ ആ നിർബന്ധം കൊണ്ടൊക്കെയാണ് കുടിക്കുന്നത് മാക്സിമം. ആന്റിബയോട്ടിക് തന്നാ കുടിക്കാനും മടി, മോക്കാണെങ്കിലും ഒക്കെ അങ്ങനെയുള്ള ഒരു ഇതാണ്. പക്ഷെ ഇന്ന് അതിന്റെ ആ ശരിക്കുള്ള എങ്ങനെയൊക്കെയാണ് ഉപയോഗം, അതിന്റെ കാര്യങ്ങൾ വളരെ എന്താ പറയാ വളരെ നല്ല രീതിയിൽ മാം എക്സ്പ്ലെയിൻ ചെയ്തു. പ്രത്യേകിച്ച് റസാഖ് സാറ് പറഞ്ഞതുപോലെ തന്നെ മാം അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഫാർമസിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കത് പറഞ്ഞു തരാനുള്ള അതന്നെയാണ് നമ്മുടെ ഈ ട്രാൻസ്പെറൻറ്റ് ടോക്സിന്റെ ഏറ്റവും പ്രത്യേകത കേട്ടോ. ഓരോ മേഖലയില് എന്തൊക്കെ എങ്ങനെയൊക്കെ ആരിലേക്ക് എത്തിക്കാനുള്ള അത്രയും ആളുകൾ, നമ്മളെ റിസോഴ്സ് പേഴ്സൺ ഇവിടെ ഉണ്ട്. ഏതൊക്കെ മേഖലകളിലേക്കാണ് അതിൽ ഡെപ്ത് നോളജ് ഉള്ള ആളുകളാണ് നമ്മുടെ ഈ ഒരു ടീമിലുള്ളത് എന്നുള്ളത് നമുക്ക് അഭിമാനപൂർവ്വം തന്നെ പറയാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ക്ലാസ്സും. ശരിക്കും
ഒരിക്കൽ കൂടി ഞാൻ മാമിന് ഇനിയും നല്ല രീതിയിൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നല്ല ക്ലാസ് ആയിരുന്നു. ആ ഒരു പ്രസന്റേഷനും ആ ഫേസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇന്ന് പ്രസന്റ് ചെയ്തു. അതുപോലെ തന്നെ ഇത്രയും നല്ല ഇൻഫർമേഷൻ ആളുകളിലേക്ക് എന്തായാലും എത്തേണ്ട നല്ലൊരു ടോപ്പിക് തന്നെയാണ് മാം കൊണ്ടുവന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു. മാം ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ആ ചോദിക്കും. അതിപ്പോ നമ്മളൊക്കെ ഇപ്പൊ വീട്ടിലിപ്പോ മാം പറഞ്ഞല്ലോ പശുവിന്റെ ചാണകം ഉപയോഗിച്ച് ഇപ്പൊ നമ്മൾ ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടില് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കും. വേറെ രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഈ ചാണകം വാങ്ങിച്ചിടും. അപ്പൊ അതുകൊണ്ടും വലിയ കാര്യമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ ഈ പണിക്ക് നിൽക്കാതെ പോയിട്ട് നമുക്ക് പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതായിരിക്കും ആരോഗ്യത്തിനും സമയത്തിനും ഒക്കെ നല്ലത് അല്ലേ? എന്തായാലും ആന്റിബയോട്ടിക്കും കെമിക്കലും നമ്മൾ കഴിക്കും, ഉറപ്പാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ചെയ്യാറുണ്ട് ടെറസിലൊക്കെ. അപ്പൊ ചെയ്യുമ്പോ ഞങ്ങൾ ഇതേപോലെ കെമിക്കലുകളൊക്കെ ഒഴിവാക്കി ചാണകമൊക്കെ വരുത്തിച്ചൊക്കെ ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ചാണകത്തിൻ്റെതായ സ്മെല്ലൊന്നും നമുക്ക് ഉണ്ടാവാറില്ല, കുറച്ചൊക്കെ ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ വളരെ എക്സ്പെൻസീവ് എന്ന രീതിയിൽ വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് അത് എത്തിച്ച് ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പം അത് ഒഴിവാക്കാം എന്നുള്ളത് തോന്നുന്നു. അപ്പൊ അതൊരു സംശയമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്, ബാക്കി കെമിക്കലുകൾ ഉപയോഗിക്കാം. എന്തായാലും വിളവ് കണക്ക് തന്നെയാണ്. ഈ ഡെൻമാർക്ക്, നെതർലാൻഡ് പോലുള്ള രാജ്യങ്ങളിലെ അവര് ഇതുപോലെ ഈൽഡ് കൂട്ടാനും മുട്ട കൂടുതൽ ഉത്പാദിപ്പിക്കാനും വളർച്ച ത്വരിതപ്പെടുത്താനും അതുപോലെ രോഗം വരാതിരിക്കാനൊക്കെ ആയിട്ട് അവർ കൂടുതൽ ആന്റിബയോട്ടിക്കുകൾ അവരുടെ ഫീഡിൽ ചേർക്കുന്നുണ്ട്. പക്ഷെ അവരുടെ AMR കുറവാണ്. അതെന്തുകൊണ്ടാണ് എന്നറിയോ? അവര് ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം വളരെ കുറവാണ്. അനാവശ്യമായിട്ട് അവർ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നില്ല. ആന്റിബയോട്ടിക് നമ്മുടെ ഉള്ളില് ഇപ്പൊ മറ്റുള്ള വഴിക്ക് ചെല്ലുന്നുണ്ടെങ്കിലും നമ്മൾ ആന്റിബയോട്ടിക് മരുന്നായിട്ട് കഴിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഫ്ലോറേനെ അത് നശിപ്പിക്കുന്നത്. അങ്ങനെയാണ് ആന്റിബയോട്ടിക് പ്രതിരോധം ഉണ്ടാവുന്നത്. ബാക്ടീരിയകള് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ആ രാജ്യങ്ങളിലെ AMR വളരെ കുറവാണ്. പ്രധാനമായിട്ടും അനാവശ്യമായിട്ട് ആന്റിബയോട്ടിക് ഉപയോഗിക്കരുത്. അഥവാ ആന്റിബയോട്ടിക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ തന്നെ ആ സമയക്രമം പാലിച്ചും കറക്റ്റ് ആ കോഴ്സ് 5 ദിവസം ആണെങ്കിൽ 5 ദിവസം, 7 ദിവസം ആണെങ്കിൽ 7 ദിവസം ആ കോഴ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്തിനാണ് ഇപ്പൊ ഇത് പ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ടാണോ ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ടാണോ? അതെ, നമ്മള് അസുഖം വന്നാലാണ് നമ്മൾ ആന്റിബയോട്ടിക് കഴിക്കുക. പക്ഷെ കന്നുകാലികളിലൊക്കെ അസുഖം വരാതിരിക്കാൻ കൂടുതൽ ഉയർന്ന തോതിലൊക്കെ അവരുടെ ഫീഡിൽ ആന്റിബയോട്ടിക് ആഡ് ചെയ്യും. നമ്മുടെ നാട്ടിൻപുറത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. വലിയ ഫാമുകളിലും അതുപോലെ അങ്ങനെയൊക്കെ കൂടുതൽ അവർ ചെയ്യുന്നുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പൊ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആളുകളൊന്നും അങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്കൊരു വിശ്വാസമാണ്. മറ്റേ ഫീഡിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരും ഫീഡ് വാങ്ങിച്ചു കൊടുക്കുമ്പോ അതിനകത്ത് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാവും. ആരും ഇപ്പൊ പഴയ പോലെ പച്ചപ്പുല്ലും ഇതൊന്നും ചെയ്ത് വളർത്തുന്നില്ലല്ലോ. എല്ലാവരും ഫുഡ് വേറെ വാങ്ങിച്ചല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഈ ഫീഡിലുണ്ടെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അത് എന്തായാലും കഴിച്ചേ പറ്റൂ. ജോളി മാം പറയൂ. കൃഷി സംസാരിക്കാൻ വന്നായിരുന്നു. ജോളി മാം സംസാരിക്കും. ഗുഡ് ഈവനിങ് മാം. XY എന്ന ആൽഫബറ്റൊക്കെ യൂസ് ചെയ്ത് എയ്ഡ്സിനെ നാമാവശേഷമാക്കിയതും മനോഹർ അനുഭവിക്കേണ്ടി വന്ന പാർശ്വഫലങ്ങളും നാരായണന്റെ മുറിവുണങ്ങാതിരുന്ന കാര്യവും ഇങ്ങനെയൊക്കെയുള്ള എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് വളരെ ശാന്തമായി വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നിശബ്ദ യുദ്ധം എന്ന ടൈറ്റിലൊക്കെ കൊടുത്ത് മൈക്രോബൽ റെസിസ്റ്റന്റിനെ പറ്റി പറഞ്ഞതൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയെ അങ്ങ് പിടിച്ചു നിർത്തി. ഇവിടോട്ടങ്ങ് നിന്നുപോയി മാമിലോട്ട്. വാട്ട് ഈസ് ദ റീസൺ ടു AMR എന്നും അതുപോലെ റീസൺ ടു റെഡ്യൂസ് AMR ഒക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു വന്ന്
അതുപോലെ ആന്റിബയോട്ടിക് മെഡിസിൻ ഫലിക്കുന്ന തലമുറയെ സൃഷ്ടിക്കാനൊക്കെ മാം ആഹ്വാനം ചെയ്തു. അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചുരുക്കത്തില് വൺ ഹെൽത്തിനെ പറ്റി ഒരു ഷോർട്ട് എക്സ്പ്ലനേഷൻ ഞങ്ങൾക്ക് തന്നു. കേരള സർക്കാരിന് ഈ വിഷയം സംബന്ധിച്ച് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതൊക്കെ അറിയിച്ചു. എല്ലാം വളരെ മനോഹരമായിരുന്നെങ്കിലും റിപ്പീറ്റ് യൂസുകൾ അറിയിക്കേണ്ട ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചുകൂടി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ആ ഒരു എക്സ്പ്ലനേഷൻ കുറച്ചുകൂടെ നന്നായിരുന്നു, ഒരു പൂർണ്ണമാകുമായിരുന്നു എന്നൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. അതൊഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. താങ്ക് യു മാം ഫോർ വാല്യുബിൾ ഇൻഫർമേഷൻ. താങ്ക് യു ജോളി മാം. താങ്ക് യു. ഓക്കെ. താങ്ക് യു ജോളി മാം. അൻഹ മാം സംസാരിക്കുന്നുണ്ട്. റാണി മാം ചോദിച്ചോളൂ. മാം കണ്ടിന്യൂ ചെയ്തു. ഒരു ഡോക്ടർ ജോയിൻ ചെയ്തായിരുന്നല്ലോ, ഡോക്ടർ സൗമ്യ. അത് മാമിന്റെ കെയർഓഫിലാ? എന്റെ മെഡിക്കൽ ഓഫീസർ. ജോയിൻ ചെയ്തിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഓക്കെ, മറ്റാർക്കെങ്കിലും ഫീഡ്ബാക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ആഡ് ചെയ്യാനോ ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പം നമുക്ക് ഗ്രൂപ്പില് ബാക്കിയുള്ളത് നമ്മുടെ റെക്കോർഡിങ്സ് കാണുക. വളരെ വളരെ മനോഹരമായ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു സെഷൻ തന്ന രാജലക്ഷ്മി മാമിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് മാം. അപ്പം വീണ്ടും മറ്റൊരു സെഷനുമായിട്ട് നമ്മുടെ ടീ ടോക്സ് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു.